സുസ്മിത സെൻ എന്ന നടിയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടായില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് എന്നീ കിരീടങ്ങളൊക്കെ സ്വന്തമാക്കിയ പലരും ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും പരിചയം സുസ്മിത സെന്നാണ്. ആയിരത്തി 1994 സുസ്മിത സെൻ മിസ് യൂണിവേഴ്സായി കിരീടമണിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അനവധി പേർ മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് കിരീടങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ചോപ്ര, ഐശ്വര്യ റോയ്, അങ്ങനെ അനവധി പേർ. അതിനുശേഷം സുസ്മിത സെൻ ബോളിവുഡ് സിനിമയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളിലുമൊക്കെ അഭിനയിച്ചിരുന്നു. അനവധി സിനിമകളിൽ താരം വന്നുപോയി. എന്നാൽ ഐശ്വര്യ റോയ്ക്കൊപ്പം അല്ലെങ്കിൽ ഐശ്വര്യ റോയെ പോലെ ബോളിവുഡിൽ ഒരു തിളങ്ങുന്ന താരമാകാൻ സുസ്മിത സെന് സാധിച്ചില്ല. 94 ഐശ്വര്യ റോയെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് സുസ്മിത സെൻ ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് എന്നുകൂടി ശ്രദ്ധിക്കണം. അതിനെ തുടർന്നാണ് ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ച് നടന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ സുസ്മിത ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തത്. അതിനുശേഷം നടന്ന മിസ് വേൾഡ് മത്സരത്തിലാണ് ഐശ്വര്യ റോയ് ലോകസുന്ദരിയായത്. താരം മിസ് യൂണിവേഴ്സ് ആയി കഴിഞ്ഞതോടുകൂടി അനവധി സിനിമകൾ സുസ്മിതയെ തേടി വന്നു. 96 പുറത്തിറങ്ങിയ ദസ്തക്കായിരുന്നു സുസ്മിതയുടെ ആദ്യ ചിത്രം. ആ സിനിമ വിജയമായിരുന്നില്ല. പിന്നീട് പുറത്തിറങ്ങിയ തമിഴ് ചിത്രം രക്ഷകൻ ഒരു വലിയ ഹിറ്റായിരുന്നു. എന്നാൽ പിന്നീടുള്ള സുസ്മിത സെന്റെ ജീവിതകാലം, അതായത് ഈ 50 വയസ്സ് വരെയുള്ള സുസ്മിത സെന്റെ ജീവിതകാലം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രണയവും ഗോസിപ്പുകളുമൊക്കെ കൊണ്ട് സംഭവ ബഹുലമായിരുന്നു. ഇത്രയും കാലത്തിനിടയിൽ 12 പേരുമായി പ്രണയമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികൾക്ക് സ്വകാര്യ ജീവിതം മറച്ചു പിടിക്കാനാവില്ല. അത് പാപ്പരാസികൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കും. ഓരോ താരങ്ങളുടെയും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ കൃത്യമായി അവർ ഒപ്പിയെടുത്ത് ഗോസിപ്പ് കോളങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. 50 വയസ്സിനിടെ സുസ്മിത സെൻ 12ഓളം പേരെ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മോഡൽ റഹ്മാൻ ഷാവൽ, രൺദീപ് ഹൂഡ, വിക്രം ഭട്ട്, ലളിത് മോദി എന്നിവയൊക്കെ അവരിൽ ചിലർ മാത്രമാണ്. സുസ്മിതയുടെ മുൻ കാമുകനായ മോഡൽ റഹ്മാൻ ഷാൾ സുസ്മിതയുമായി അന്ന് 15 വയസ്സ് കുറവായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് അവർ 2 വഴിക്ക് പിരിഞ്ഞതായി സുസ്മിത തന്നെ പറഞ്ഞിരുന്നു. അന്ന് ലളിത് മോദിയുമായി നടി പ്രണയത്തിലായത് വലിയ രീതിയിൽ വിഷയമായി മാറിയിരുന്നു. നടിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ച് സുസ്മിതയുമായി ഡേറ്റിംഗിലാണെന്ന് ലളിത് മോദി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും വിവാഹിതരായി എന്നുവരെ പലരും പ്രചരിച്ചിരുന്നു. നല്ല പാതി എന്നായിരുന്നു ലളിത് സുസ്മിതയെ വിശേഷിപ്പിച്ചത്. ലളിത് സുസ്മിത പ്രണയം ഇന്റർനെറ്റിൽ തരംഗമായിരുന്നു. നടി തന്നെ അതിൽ പ്രതികരിച്ചെത്തി. വിവാഹിതയല്ലെന്നും സന്തോഷത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് താൻ ഇപ്പോഴുള്ളതെന്നുമായിരുന്നു നടി വാർത്തകളോട് പ്രതികരിച്ചത്. അതുപോലെ നടൻ രൺദീപ് ഹൂഡയുടെ പേരിനൊപ്പവും സ്മിതയുടെ പേര് ഏറെക്കാലം പ്രചരിച്ചിരുന്നു. 2018 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിലാണ് സുസ്മിത സെന്നും റഹ്മാൻ ഷാളും പ്രണയത്തിലാവുന്നത്. 2021 ഡിസംബറിൽ അവർ ബന്ധം അവസാനിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഇരുവരും പലയിടത്തും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബോളിവുഡിലെ പതിവ് രീതികളോടൊന്നും യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് സുസ്മിത. സുസ്മിത അവിവാഹിതയാണെങ്കിലും 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. 2
പെൺകുട്ടികളെയാണ് താരം മക്കളെ പോലെ സംരക്ഷിക്കുന്നത്. റെനി, അലീസ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ. അമ്മയ്ക്ക് പിന്തുണയായി ഈ മക്കൾ രംഗത്തുണ്ട്.